അദ്ദർസു സാബിഉ ഏഴാമത്തെ പാഠം ലെസൺ 7 മൻ ഹാദിഹി ഹാദിഹി ആമിനത്തുൻ ഹാദിഹി തിൽക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഹാദിഹി ആമിന വമൻ തിൽക അതാരാണ്? തിൽക ഫാത്തിമ. ഹാദിഹി ത്വബീബത്തുൻ വ തിൽക മുമരിദത്തുൻ. എന്താണ്? അത് ഡോക്ടറും അല്ല, അത് ഡോക്ടർ. ഹാദിഹി ത്വബീബത്തുൻ. ഹാദിഹി സ്ത്രീലിംഗമാണ്. അടുത്തുള്ളതിനെ നമ്മൾ ഹാദിഹി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഹാദ കലമുൻ. എന്റെ കയ്യിൽ ഒരു പേന ഇരിക്കണം. ആ പേന ഞാൻ കയ്യിലെടുത്തോണ്ട് ഞാൻ പറയാണ് ഹാദ കലമുൻ, ഇത് പേനയാണെന്ന്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ക്ലാസ്സിന് വെളിയിൽ ദൂരെ ഒരു മേശ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ഹാദിഹി തോവലത്തിന് പറയോ? തിൽക്ക എന്ന് പറയും. അതുകൊണ്ട് അതെന്ന് പറയും. ഇത് പേന, അത് ഡെസ്ക് ആണ് എന്ന് പറയാ. മനസ്സിലായോ? ഇത് അത്, ഇതെന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്, അതെന്ന് പറഞ്ഞാൽ ദൂരെയുള്ളത്. മനസ്സിലായോ? അപ്പോ ഇത് ഡോക്ടറും ഇത് ഡോക്ടറാണ്. തിൽക്ക മുമരിദത്തുൻ, അത് മുമരിദ മീൻസ് നേഴ്സാണ്. അതായത് നിന്റെ റൂമിൽ, നീ ഹോസ്പിറ്റലിൽ റൂമിൽ ഇരിക്കുന്നു. അപ്പോൾ ഒരു ഡോക്ടർ അവിടെ വരുന്നു. നേഴ്സ് എവിടെ നിൽക്കുന്നത്? ആ വരാന്തയുടെ അങ്ങേ അറ്റം നിൽക്കുന്നത്. അപ്പൊ നീ ഒരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക ഹാദിഹി ത്വബീബ, ഇത് ഡോക്ടറാണ്. ഓ തിൽക്ക മുമരിദ, ആ നിൽക്കുന്നത് ആരാണ്? നേഴ്സാണ്. നേഴ്സ് അടുത്തില്ല, അടുത്തുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കും. ഇസ്മുൽ ഇഷാറത്ത് എന്ന് പറയും. സൂചനാ നാമങ്ങൾ എന്ന് പറയും ഇതിന്. ഹാദിഹി ഇത്, തിൽക്ക അത്. ആണുങ്ങളാണെങ്കിൽ പുല്ലിംഗാണെങ്കിൽ ഹാദ ഇത്, ദാലിക. മനസ്സിലായില്ലേ? ഫെമിനിൻ ആയ വസ്തുക്കളെ, സ്ത്രീലിംഗ വസ്തുക്കളെ സൂചിപ്പിക്കാനാണ് എന്താണ് ഹാദിഹി എന്നുള്ളതും തിൽക്ക എന്നുള്ളതും പറയുന്നത്. ഹാദിഹി മിനൽ ഹിന്ദി വ തിൽക്ക മിനൽ യാബാൻ. ഇവർ, അതായത് ഈ സ്ത്രീ, മിനൽ ഹിന്ദി ഇന്ത്യയിൽ നിന്നാണ്, വ തിൽക്ക മിനൽ യാബാനി അവരെവിടുന്നാണ്? എവിടുത്തുകാരിയാണ്? യാബാൻ, ജപ്പാൻ. അവര് ജപ്പാനിൽ നിന്നുള്ളവരാണ്. ഹാദിഹി ത്വബീലത്തുൻ വ തിൽക ഖസീറത്തുൻ എന്ന് പറഞ്ഞ എന്തുവാ? ത്വബീലത്ത് നമ്മൾ പഠിച്ചാൽ നീളമുള്ളതെന്ന്, ഉയരമുള്ളതെന്ന്. ഇവര് ഉയരമുള്ള ആളാണ്. തിൽക ഖസീറത്തുൻ, അതിന്റെ എതിരാണ്. എന്താണ് ഖസീറത്ത്? ഉയരം കുറഞ്ഞ, ഷോർട്ട്. ഉയരം കുറഞ്ഞത്, ഷോർട്ടാണ്. മനസ്സിലായോ? ഈ ത്വബീല വ തിൽക ഖസീറത്തുൻ. മനസ്സിലായല്ലേ? അടുത്ത വായിക്കൂ. മൻ ഹാദ, ഇതാരാണ്? ഹാദ ഹാമിദ്, ഇത് ഹാമിദാകുന്നു. വമൻ ദാലിക, അതാരാണ്? ദാലിക അലിയു, അത് അലിയാകുന്നു. അത് അലിയാണ്. മനസ്സിലായില്ലേ? മൻ ഹാദ എന്ന് ചോദിക്കാൻ കാരണം ഇത് ഹാമിദാണ്, പുല്ലിംഗം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ലേഡി ആയിരുന്നെങ്കിൽ മൻ ഹാദ ചോദിക്കുകയുള്ളായിരുന്നു. ഒമൻ ദാലിക, അതാരാണ്? അത് അലി ആയതുകൊണ്ടാണ് ദാലിക എന്ന് പറഞ്ഞത്. അത് സഫിയ ആയിരുന്നെങ്കിൽ എന്ത് പറയും? മനസ്സിലായില്ലേ? മനസ്സിലായോ? ആ തിൽക ദജാജത്തുൻ, അത് കോഴിയാണോ? ല തിൽക ബത്തത്തുൻ. ബത്തത്ത് എന്ന് പറയുന്നത് താറാവ്. താറാവാണ്. ചിത്രത്തിലുണ്ടല്ലോ. കോഴിയായിട്ട് തോന്നുന്നുണ്ടോ? കോഴിയാണത്? അല്ലല്ല, ബത്തയാണ്. ബത്തത്ത് താറാവാണ്. ആ തിൽക ദജാജത്തുൻ,
അത് ദൂരോട്ട് ചൂണ്ടിക്കാണിച്ചിട്ടാ പറയുന്നത്. ഹാദിഹി ദജാജത്തുൻ നല്ല പറഞ്ഞത്, കാരണം നമ്മുടെ അടുത്തില്ല, കുറച്ച് ദൂരെയാണ്. ദജാജത്തുൻ അത് കോഴിയാണോ? ഇല്ല, തിൽക്ക ബത്തത്തുൻ. നസീബ മരത്തിൽ നിൽക്കാണ്, ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ അടുക്ക. നീ അറബിയുടെ അടുത്ത് നിൽക്കുന്നു. അപ്പൊ ഒരാൾ ചോദിക്കുന്നു, ആ തിൽക്ക നസീബത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തിൽക്ക നസീബ. ഒരാള് സംശയം കൊണ്ട് ചോദിക്കും, എന്ന് പറഞ്ഞെന്തോ? ആ തിൽക്ക അതാണോ നസീബ? അത് നസീബയാണോ? അപ്പൊ നീ പറഞ്ഞു അല്ല, ലാ തിൽക്ക വേറാണെന്ന് പറയും. ലാ തിൽക്ക ഫർഹാനത്തുൻ, അത് ഫർഹാനയാകുന്നു. മനസ്സിലായില്ലേ? ഞാൻ അടുത്ത പേജിലോട്ട് പോകും, 40ാമത്തെ പേജ്. നോക്കൂ, വായിക്കൂ. അതെന്താണ്? ബൈള എന്നൊക്കെ പറയും, മുട്ട. മനസ്സിലായോ? അതെന്താണ്? അത് മുട്ടയാണ്. തിൽക്ക ബൈളത്തുൻ, ബീള. ബാക്കി വായിക്കൂ. ഹാദിഹി സയ്യാറത്തുൽ മുദരിസി വ തിൽക സയ്യാറത്തുൽ മുദീരി. ഇത് അധ്യാപകന്റെ കാറാകുന്നു, അത് പ്രിൻസിപ്പലിന്റെ കാറാകുന്നു. അപ്പൊ എന്താണ്? ഹാദിഹി, ഇത് ഹാദിഹി സയ്യാറത്തുൽ മുദരിസി, ഇത് മുദരിസിന്റെ അധ്യാപകന്റെ കാറും, വതിൽക സയ്യാറത്തുൽ മുദീരി, അത് പ്രിൻസിപ്പലിന്റെ അല്ലെങ്കിൽ മാനേജറുടെ, ഉയർന്ന ആൾ, അദ്ദേഹത്തിന്റെ കാറുമാണ്. അപ്പൊ അടുത്തുള്ളതിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഹാദിഹി എന്ന് പറയും, ദൂരെയുള്ളതിനെ സൂചിപ്പിക്കാൻ തിൽക്ക എന്ന് പറയും, സ്ത്രീലിംഗമാണെങ്കിൽ. ഇനി പുല്ലിംഗമാണെങ്കിൽ ഹാദ എന്ന് പറയും, ദാലിക എന്ന് പറയും. മനസ്സിലായോ? നമ്മുടെ കൂടെ ക്ലാസ്സിൽ വേറൊരാളോട് ഉണ്ട് കേട്ടോ. അസാഅത്തു അബ്ബാസുൻ ഹാദിഹി, അതിന്റെ അർത്ഥം എന്താണ്? ഇത് അബ്ബാസിന്റെ വാച്ചാണ്. അസാഅത്തു അബ്ബാസിൻ ഹാദിഹി, ഇത് അബ്ബാസിന്റെ വാച്ചാണോ? അല്ല, പറയൂ. ലാ ഹാദിഹി സഅത്തു ഹാമിദിൻ തിൽക സഅത്തു അബ്ബാസ്. അല്ല, ഈ വാച്ച് ഹാമിദിന്റെ ആകുന്നു, അതാണ് അബ്ബാസിന്റെ വാച്ച്. തിൽക്ക, ഒരാള് വാച്ച് എടുത്തിട്ട് നിന്നോട് ചോദിക്കാണ്, ഇത് അബ്ബാസിന്റെ വാച്ചാണോ? അപ്പൊ നീ പറയുന്നില്ല, അല്ല, ഹാദിഹി സഅത്തു ഹാമിദ്, ഇത് ഹാമിദിന്റെ വാച്ചാണ്. തിൽക സഅത്തു അബ്ബാസിൻ, അത് അബ്ബാസിന്റെ വാച്ചാണ്. മനസ്സിലായോ? അടുത്ത വായിക്കോ. ذلك ذيك وتلك دجاجة. ذلك ذيك وتلك دجاجة, അതിന്റെ അർത്ഥം പറയൂ. ദീക്ക് എന്ന് പറയുമ്പോ ഇന്നലെ വായിച്ചില്ലേ? പിടക്കോഴിയാണ്. അല്ല, പൂവൻകോഴി. ദീഖുൻ, ദജാജത്തുൻ. ദജാജത്ത് എന്ന് പറയുന്നത് അല്ല, ദജാജത്ത് പിടക്കോഴിയാണ്, ദീക്ക് പൂവൻകോഴിയാണ്. ദജാജത്ത് താഴുണ്ട്. മനസ്സിലായോ? ദാലിക ദീഖുൻ, അത് പൂവൻകോഴിയും, വത്തിൽക്ക അല്ല, ദാലിക ദീഖുൻ, അത് പൂവൻകോഴിയും, വത്തിൽക്ക അത് തന്നെ, ദൂരമല്ല, അടുത്തല്ല, ദൂരെയുള്ളതാണ്.
ഹാദ ഹാദിഹി ദാലിക തിൽക്ക, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ രണ്ടും അല്ലേ? ദൂരെയാണ്. രണ്ടും ദൂരെയാണ്. ഇനി ബാക്കി വായിച്ചർത്ഥം പറയാൻ പറ്റുമോ? തമാരീൻ, എക്സർസൈസസ്, റീഡ് ആൻഡ് റൈറ്റ്. വായിച്ചു പറയാം. എന്താ ഹാദിഹി മദ്രസത്തുൻ വതിൽക ജാമിഅത്തുൻ. This is school and that is university. ذلك حمار وتلك بقرة. അത് കഴുതയാകുന്നു, അത് പശുവാകുന്നു. പശുവാണ്. ദാലിക അത് പുല്ലിംഗാണ് ഹിമാർ. തിൽക ബഖറത്തുൻ. ഓക്കെ. പിന്നെ അദാലിക മസ്ജിദുൻ ലാ തിൽക മദ്രസത്തുൻ. അത് മസ്ജിദാണോ? അല്ല, അത് പള്ളിയാണ്. അല്ല, സ്കൂളാണ്. സ്കൂളാണ്. ഓക്കെ. അദാലിക മസ്ജിദ്, അത് പള്ളിയാണോ? ഇല്ല, തിൽക മദ്രസ, അത് സ്കൂളാണ്. ദാറ്റ് ഈസ് എ സ്കൂൾ. ഓക്കെ. പിന്നെ ഹാദ ജമലുൻ വതിൽക നാഖത്തുൻ. ജമല് ഒട്ടകം അല്ലേ? എന്താണ്? ഇത് ഒട്ടകമാകുന്നു, അത് നാക്കത്ത് എന്ന് പറയുമ്പോ നാക്കത്ത് ഒട്ടകം തന്നെ, പെണ്ണൊട്ടകം. പിന്നെ ഹാദിഹി മദ്രസത്തുൻ വതിൽക ത്വാലിബത്തുൻ. അല്ല, മുദർരിസത്ത്. സോറി. ഹാദിഹി മുദർരിസത്തുൻ വതിൽക ത്വാലിബത്തുൻ. ഇത് അധ്യാപകനാകുന്നു, അല്ല അധ്യാപിക. അത് എന്താണ്? ത്വാലിബത്ത്, വിദ്യാർത്ഥി. ഹാദ കൽബുൻ വദാലിക ഖിത്തുൻ. ഇത് നായയാകുന്നു, അത് പൂച്ചയാകുന്നു. ഹാദ ബൈത്തുൽ മുഅദ്ദിനി അല്ലേ? ഹാദ ബൈത്തുൽ മുഅദ്ദിനി എന്നുവെച്ചാ ഹാദ എന്ന് പറയുന്നത് എന്താണ്? ഇത് ബൈത്ത് വീട്. ഹാദ ബൈത്തുൽ മുഅദ്ദിനി. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ മുഅദ്ദിൻ. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്ന ആള്. മനസ്സിലായില്ലേ? മുഅദ്ദിൻ. വതിൽക ഹദീഖത്തു താജിർ. വതിൽക ഹദീഖത്തു താജിരി. ഹദീഖത്തു താജിർ എന്താണ്? ഹദീഖത്ത് പൂന്തോട്ടം ആണ്. ഹദീഖത്ത് പൂന്തോട്ടം. താജിർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ. അപ്പോ ഒരു വാക്കിന്റെ അവസാനത്തിൽ താ ഉണ്ടെങ്കിൽ അത് എന്താണ്? അല്ലേ? മദ്രസത്തുൽ അവസാനം ഇങ്ങനെ താ വരും. കണ്ട? ഇനി അടുത്ത ഭാഗം 41ാമത്തെ പേജ്. അടുത്ത പേജ്. അഷിർ ഇലൽ കലിമാത്തിൽ ആതിയ ബിഇസ്മി ഇഷാറത്തിൻ ലിൽ ഖരീബി ഹാദ ഹാദിഹി. അഷിർ എന്ന് പറഞ്ഞാൽ എന്നറിയാം? ചൂണ്ടിക്കാണിക്കുക. ഇലൽ കലിമാത്തിൽ ആത്തിയെത്തി താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിലേക്ക് ബിഇസ്മി ഇഷാറത്തിൻ, ഇഷാറത്തിന്റെ ഇസ്മ കൊണ്ട്, ലിൽ ഖരീബി. ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്. അടുത്തുള്ളതിനെ സൂചിപ്പിക്കാൻ എന്താണ് പറയുന്നത്?
ഹാദ ഔ ഹാദിഹി. മനസ്സിലായോ? കേൾക്കുന്നില്ലേ? ഓ ഓ കേൾക്കാം സാർ. അപ്പൊ വായിക്കൂ. ഞാൻ ഉമ്മുൻ അബുൻ ഉമ്മുന്നുള്ളതിന് മുമ്പ് അതാണോ ഹാദിഹി ഉമ്മുൻ ഹാദ അബുൻ കലം ഹാദ കലമുൻ ഹാദിഹി മിൽഅക്കത്തുൻ. സ്പൂൺ അല്ലേ മിൽഅക്കത്ത്? ഇത് എന്താ ഒരു ബുക്കിനകത്ത് ശബ്ദം ക്ലിയർ എന്റെ ആണോ സാർ?